ഒരു മിക്സി ജാറിലേക്ക് 6 പീസ് എല്ലില്ലാത്ത ചിക്കൻ ഇട്ട് കൊടുക്കണേ. അതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളി അല്ലി, ഒരു പീസ് ഇഞ്ചി, എല്ലാം കൂടിയിട്ട് നന്നായി ചതച്ചെടുക്കണം. ഇതുപോലെ നന്നായി അരച്ചെടുക്കണം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത്, ഒരു ക്യാപ്സിക്കം ചെറിയ പീസാക്കി കട്ടാക്കിയത് മൊത്തത്തിലങ്ങ് മിക്സാക്കി എടുക്കണം. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന മാതിരി കുഴച്ചെടുത്തതാണ്. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ തൂക്കി കൊടുത്ത് കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പരത്തിയെടുക്കൊന്നും വേണ്ട, പെട്ടെന്ന് പരത്തി കിട്ടും. നല്ല സോഫ്റ്റിലാണ് കുഴച്ചെടുത്തത്. ഇനി അതിലേക്ക് ചിക്കൻ മസാലയില്ലേ ചതച്ച് വെച്ചിട്ട് കുഴച്ച് വെച്ച അത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ഈസിയാണ്. പരത്തിയെടുക്കേണ്ട നല്ല ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ഇതുപോലെ സൈഡിൽ ടച്ച് ചെയ്ത് കൊടുക്കണം, കൈവിരൽ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇതേ ഷേപ്പിൽ മടക്കിയെടുക്കണം. ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം നന്നായി ചൂടായാൽ കുറച്ച് ബ്രഷ് കൊണ്ട് എണ്ണ തൂക്കി കൊടുക്കണം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒട്ടിപ്പിടിക്കുന്നതായിട്ടാണ് ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് ശേഷം എടുത്തു നോക്കാൻ പാടുള്ളൂ. ചൂടോട് കൂടി കഴിക്കാനാണ് പ്രത്യേക ടേസ്റ്റ്. ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നുകൂടി ചൂടാക്കി എടുത്താൽ മതി കഴിക്കുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് കഴിക്കാം. അല്ലെങ്കിൽ ഒരു ചട്നി ഉണ്ട്, തക്കാളി ചട്നി, അത് കൂട്ടിയിട്ട് കഴിക്കാം. സാധാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ. ആവിയിൽ വേവിച്ചെടുക്കണമെങ്കിൽ സാധാ പോലെ എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം. ഉണ്ടാക്കി വെച്ചിട്ട് ഈ 5 അതുപോലെ ഉണ്ടാക്കിയതാണ്. അതാണ് ഞാൻ മൊത്തത്തിൽ സ്നാക്സ് കാണിക്കുന്നത്. അതും നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.